നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെനസ്വേലൻ പ്രതിസന്ധിയിൽ പകച്ച് ആഗോള നിക്ഷേപകർ. എണ്ണ, സ്വർണം, ഡോളർ മൂല്യങ്ങൾ കുതിച്ചുയരുമെന്ന് പ്രവചനം. വെനസ്വേലയിലെ അമേരിക്കൻ നീക്കം ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കില്ല. ഊർജ്ജ സുരക്ഷയ്ക്ക് നിലവിൽ ഭീഷണിയില്ലെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്. വെള്ളിവിലയിൽ വൻ കുതിപ്പ്. കിലോയ്ക്ക് 2.45 ലക്ഷം കടക്കുമെന്ന് വിപണി വിദഗ്ധർ. കോൾ ഇന്ത്യയുടെ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് IPOയുമായി എത്തുന്നു. ജനുവരി 9 സബ്സ്ക്രിപ്ഷനായി തുറക്കും. ഏഴ് മുൻനിര കമ്പനികളുടെ വിപണി മൂല്യം കുതിച്ചുയർന്നു. രേഖപ്പെടുത്തിയത് 1.23 ലക്ഷം കോടി രൂപയുടെ വർധന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വെനസ്വേലൻ പ്രതിസന്ധിയിൽ പകച്ച് ആഗോള നിക്ഷേപകർ. എണ്ണ, സ്വർണം, ഡോളർ മൂല്യങ്ങൾ കുതിച്ചുയരുന്നുവെന്ന് പ്രവചനം. അമേരിക്കയുടെ നീക്കം വാൾസ്ട്രീറ്റിൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധനായ ഹോർമസ് ഫതാക്കിയുടെ മുന്നറിയിപ്പ്. മുൻപ് നടന്ന ഉക്രൈൻ-ഇസ്രയേൽ സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേർപ്പെടുന്നത് ആഗോള ഓഹരി വിപണികളിൽ ഇടിവിന് കാരണമായേക്കാം. ഇത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും. വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചാൽ പോലും വിപണിയിലെ ചലനങ്ങൾ പ്രവചനാതീതമായിരിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളിയാഴ്ച $60 മുകളിൽ ക്ലോസ് ചെയ്ത ബ്രന്റ് ക്രൂഡ് തിങ്കളാഴ്ച $62 മുതൽ $65 വരെ ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഭരണകൂടം വെനസ്വേലൻ എണ്ണ വിപണിയിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത് ദീർഘകാലാടിസ്ഥാനത്തിൽ വിതരണം കൂട്ടുമെങ്കിലും നിലവിലെ അനിശ്ചിതത്വം വില ഉയർത്താൻ തന്നെയാണ് സാധ്യത. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുമ്പോൾ നിക്ഷേപകർ എപ്പോഴും അഭയം പ്രാപിക്കുന്നത് സ്വർണത്തിലാണ്. സ്വർണം തിങ്കളാഴ്ച തന്നെ $4,380 വരെ എത്തിയേക്കാം. ഒപ്പം ഈ പ്രതിസന്ധി ഡോളറിന് കരുത്തുമാകും. ഡോളർ കരുത്താർജിക്കുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയാണ്. നിലവിൽ സമ്മർദ്ദത്തിലുള്ള രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കാം. ഇത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെനസ്വേലയുടെ സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പം കുറവായതിനാൽ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു തകർച്ച ഉണ്ടാകില്ലെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ കരുതുന്നതെങ്കിലും എണ്ണവിലയിലെ മാറ്റങ്ങൾ ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെനസ്വേലയിലെ അമേരിക്കൻ നീക്കം ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കില്ലെന്ന് റിപ്പോർട്ട്. ഊർജ്ജ സുരക്ഷയ്ക്ക് നിലവിൽ ഭീഷണിയില്ലെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്. വെനസ്വേലയിലെ നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എണ്ണയാണ്. സൗദി അറേബ്യയെക്കാളും റഷ്യയെക്കാളും എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയിൽ ലോകത്തെ മൊത്തം എണ്ണയുടെ 18%മാണുള്ളത്. ഇത് സ്വന്തമാക്കാനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ അമേരിക്ക കളത്തിലിറങ്ങിയത്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ഇന്ത്യൻ വിപണിയിൽ ഇതിന്റെ ആഘാതം ഉണ്ടാവില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം കുറഞ്ഞ ഇറക്കുമതിയാണ്. ഒരു കാലത്ത് ഇന്ത്യ വെനസ്വേലയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ 2019 US ഉപരോധത്തോടെ ഇത് കുത്തനെ കുറഞ്ഞു. 2023-24 വർഷത്തിൽ $1.4 ബില്യൺ എണ്ണ ഇറക്കുമതി ചെയ്ത സ്ഥാനത്ത് 2024-25 കാലയളവിൽ ഇത് വെറും $255.3 മില്യൺ കുറഞ്ഞു. അതായത് 81% ഇടിവ്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടുള്ള പ്രധാന കയറ്റുമതി മരുന്നുകളാണ്. ഇതിന്റെ മൂല്യമാകട്ടെ വെറും $41.4 മില്യൺ മാത്രമാണ്. ഇത്തരത്തിൽ ഇന്ത്യ വെനസ്വേലയെ അമിതമായി ആശ്രയിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിലവിൽ ഭീഷണിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എങ്കിലും ആഗോളതലത്തിൽ എനർജി റിസോഴ്സുകൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ മുറുകുന്നത് ഇന്ത്യ ശ്രദ്ധിക്കണമെന്നും നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി കാത്തുസൂക്ഷിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെനസ്വേലയിലെ അമേരിക്കൻ നീക്കത്തിന് പിന്നാലെ കുതിച്ചു കയറി വെള്ളിവില. വില ഉടൻ തന്നെ കിലോയ്ക്ക് 2.45 ലക്ഷം കടക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ശനിയാഴ്ച വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ മിന്നലാക്രമണവും പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ അറസ്റ്റും ആഗോള വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ലോകത്തെ പ്രധാന വെള്ളി കയറ്റുമതിക്കാരായ പെറു, ചാഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ചരക്ക് നീക്കം വെനസ്വേലൻ കടൽപ്പാത വഴിയാണ്.
യുദ്ധസമാനമായ ഈ സാഹചര്യം വെള്ളിയുടെ വിതരണ ശൃംഖലയെ തകർക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ 2,36,000 രൂപയിലുള്ള വെള്ളിവില ഉടൻ തന്നെ 2,45,000 രൂപ കടക്കുമെന്നാണ് യാ വെൽത്ത് ഡയറക്ടർ അനൂജ് ഗുപ്ത നിരീക്ഷിക്കുന്നത്. കുതിപ്പ് തുടർന്ന ലക്ഷ്യം 2.5 ലക്ഷം മുതൽ 2,60,000 രൂപ വരെയാകാം. കോമെക്സ് വിപണിയിൽ വെള്ളി ഔൺസിന് $78 വരെ ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറയുന്നു. 2025-ൽ വെള്ളിക്കുണ്ടായ 170% വളർച്ച 2026-ലും തുടരുമെന്നാണ് സൂചനകൾ. ചൈന വെള്ളിയുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആഗോളതലത്തിൽ ക്ഷാമം രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് വെനിസ്വേലയിലെ പ്രതിസന്ധി വന്നത്. സപ്പോർട്ട് ലെവലായ 2,30,000 രൂപയ്ക്ക് മുകളിൽ വെള്ളി തുടരുകയാണെങ്കിൽ പുതിയ റെക്കോർഡുകൾ വിപണിയിൽ പ്രതീക്ഷിക്കാമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോൾ ഇന്ത്യയുടെ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് IPOയുമായി ദലാൽ സ്ട്രീറ്റിലേക്ക് എത്തുന്നു. ജനുവരി 9-ന് IPO സബ്സ്ക്രിപ്ഷനായി തുറക്കും. പുതിയ വർഷത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള നിക്ഷേപകരുടെ താൽപര്യം അളക്കാനുള്ള ആദ്യ ലിമിറ്റ്സ് ടെസ്റ്റായിരിക്കും ഈ മെഗാ ഇഷ്യൂ. പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി എത്തുന്ന ഈ IPOയിൽ മാതൃകമ്പനിയായ കോൾ ഇന്ത്യ 46.57 കോടി ഇക്വിറ്റി ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. ഏകദേശം 1,300 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ആങ്കർ ഇൻവെസ്റ്റർ ബിഡിംഗ് ജനുവരി 8-ന് ആരംഭിക്കും. 9-ന് IPO സബ്സ്ക്രിപ്ഷനായി തുറക്കും. 13-ന് ഇഷ്യൂ അവസാനിക്കും. ഇന്ത്യയിലെ കോക്കിംഗ് കോൾ ഉൽപാദനത്തിന്റെ 58% കൈകാര്യം ചെയ്യുന്ന ഏക പൊതുമേഖലാ സ്ഥാപനമാണിത്. സ്റ്റീൽ, പവർ സെക്ടറുകളിലെ വർദ്ധിച്ചുവരുന്ന ആവശ്യം കമ്പനിക്ക് അനുകൂല ഘടകമാണ്. കോൾ ഇന്ത്യയുടെ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്കായി 10% കോട്ട മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ജനുവരി 1-നോ അതിനു മുൻപോ നിങ്ങളുടെ കയ്യിൽ കോൾ ഇന്ത്യ ഓഹരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രത്യേക വിഭാഗത്തിലൂടെ അപേക്ഷിക്കാം. കമ്പനിയുടെ പ്രൈസ് ബാൻഡ്, ലോട്ട് സൈസ് തുടങ്ങിയ നിർണായക വിവരങ്ങൾ ജനുവരി 5-ന് പുറത്തുവിടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 7 മുൻനിര കമ്പനികളുടെ വിപണി മൂല്യം കുതിച്ചുയർന്നു. 1.23 ലക്ഷം കോടി രൂപയുടെ വർധന രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ നേട്ടം റിലയൻസിനാണ്. ഏറ്റവും കൂടുതൽ മൂല്യമുള്ള 10 കമ്പനികളിൽ 7 കമ്പനികളുടെ സംയോജിത വിപണി മൂലധനം 1,23,724.19 കോടി രൂപയായി ഉയർന്നു. ഓഹരി വിപണിയിലെ ശുഭാപ്തി വിശ്വാസം കണക്കിലെടുത്താണ് ഈ നേട്ടം കൈവരിച്ചത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലാർസൻ ആൻഡ് ട്യൂബോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ മികച്ച നേട്ടമുണ്ടാക്കി. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ് എന്നിവയ്ക്ക് മൂല്യത്തകർച്ച നേരിട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം 45,266.12 കോടി രൂപ ഉയർന്ന് 21,54,978.60 കോടി രൂപയായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂല്യം 30,414.89 കോടി രൂപ വർദ്ധിച്ച് 9,22,461.77 കോടി രൂപയിലെത്തി. ലാർസൻ ആൻഡ് ട്യൂബോയുടെ മൂല്യം 16,204.34 കോടി രൂപ ഉയർന്ന് 5,72,640.56 കോടി രൂപയിലും. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മൂല്യം 14,626.21 കോടി രൂപ ഉയർന്ന് 5,51,637.04 കോടി രൂപയിലുമെത്തി. HDFC ബാങ്കിന്റെ വിപണി മൂലധനം 13,538.43 കോടി രൂപ ഉയർന്ന് 15,40,303.87 കോടി രൂപയിലെത്തി. ICICI ബാങ്കിന്റെ വിപണി മൂലധനം 3,103.99 കോടി രൂപ ഉയർന്ന് 9,68,773.14 കോടി രൂപയായി. ഭാരതി എയർടെലിന്റെ വിപണി മൂലധനം 570.21 കോടി രൂപ ഉയർന്ന് 12,01,262.53 കോടി രൂപയായി. TCSന്റെ വിപണി മൂല്യം 10,745.72 കോടി രൂപ ഇടിഞ്ഞ് 11,75,914.62 കോടി രൂപയായി. ഇൻഫോസിസിന്റെ വിപണി മൂല്യം 6,183.25 കോടി രൂപ കുറഞ്ഞ് 6,81,635.59 കോടി രൂപയായി. ബജാജ് ഫിനാൻസിന്റെ വിപണി മൂല്യം 5,693.58 കോടി രൂപ കുറഞ്ഞ് 6,16,430.43 കോടി രൂപയായി. ഏറ്റവും മൂല്യമുള്ള സ്ഥാപനമെന്ന പദവി റിലയൻസ് ഇൻഡസ്ട്രീസ് നിലനിർത്തി. തൊട്ടുപിന്നാലെ HDFC ബാങ്ക്, ഭാരതി എയർടെൽ, TCS, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, ലാർസൻ ആൻഡ് ട്യൂബോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയുമെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേലൻ പ്രതിസന്ധിയിൽ പകച്ച് ആഗോള നിക്ഷേപകർ. എണ്ണ, സ്വർണം, ഡോളർ മൂല്യങ്ങൾ കുതിച്ചുയരുമെന്ന പ്രവചനം.
വെനസ്വേലയിലെ അമേരിക്കൻ നീക്കം ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കില്ല. ഊർജ്ജ സുരക്ഷയ്ക്ക് നിലവിൽ ഭീഷണിയില്ലെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്. വെള്ളിവിലയിൽ വൻ കുതിപ്പ്. കിലോയ്ക്ക് 2.45 ലക്ഷം കടക്കുമെന്ന് വിപണി വിദഗ്ധർ. കോൾ ഇന്ത്യയുടെ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് IPO-യുമായി എത്തുന്നു. ജനുവരി 9-ന് സബ്സ്ക്രിപ്ഷനായി തുറക്കും. 7 മുൻനിര കമ്പനികളുടെ വിപണി മൂല്യം കുതിച്ചുയർന്നു. രേഖപ്പെടുത്തിയത് 1.23 ലക്ഷം കോടി രൂപയുടെ വർധന. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.